കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കൊടും ഭീകരൻ തഹാവൂർ റാണയെ കൊണ്ടുവന്നതും അതിനാടകീയമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രത്യേകം ചാർട്ടർ ചെയ്ത സ്വകാര്യ വിമാനത്തിലായിരുന്നു തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഗൾഫ് സ്ട്രീം G550 എന്ന് പറയുന്ന വിയന്ന ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയുടെ ഒരു സ്വകാര്യ ജെറ്റിലാണ് ഈ ഇന്ത്യയിലേക്ക് ഈ തഹാവൂർ റാണയെ എത്തിച്ചത്. ഫ്ലോറിഡയിലെ മിയാമിയിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ 2:15 വിമാനം പറന്നുയർന്നു. അന്ന് പ്രാദേശിക സമയം 7 മണിക്ക് ഈ വിമാനം റൊമാനിയയിലെ ബുഖാറസ്റ്റിൽ ഇറങ്ങുകയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് നേരിട്ട് ന്യൂഡൽഹിക്ക് പറക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ന്യൂഡൽഹിക്ക് പറക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ ഇന്ത്യ US വാണിജ്യ ചാർട്ടേഡ് വിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് മുകളിലൂടെയാണ് പറക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി പോളണ്ടിൽ നിന്ന് മടങ്ങിയപ്പോൾ 46 മിനിറ്റ് ആയിരുന്നു പാകിസ്ഥാന് മുകളിലൂടെ പറന്ന് ഇന്ത്യയിലെത്തിയത്. അങ്ങനെയുള്ള ഒരു റൂട്ട് ഉള്ളപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ വിമാനം പറന്നത് കുറച്ച് ദൂരം ചുറ്റിയാണ് ന്യൂഡൽഹി എത്തിയത്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ ഈ വിമാനം പറന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതുമാത്രവുമല്ല, ഈ വിമാനം തിരിച്ചു പറന്നത്, അതായത് റാണയെ ഇവിടെ എത്തിച്ച ശേഷം ഈ വിമാനം തിരിച്ചു പറന്നത് പാകിസ്ഥാന് മുകളിലൂടെ ആയിരുന്നു. അതായത് കാലിയായ വിമാനമാണ് പാകിസ്ഥാനിന് മുകളിലൂടെ പറന്നത് എന്നാണ് വിവരം. ഏതായാലും അങ്ങനെ ഒരു വിമാനം ചാർട്ടേഡ് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ ആ ഒരു ഭീകരൻ്റെ വ്യാപ്തി എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഒരു അതിനാടകീയമായി അതിസാഹസികമായി തന്നെയാണ് അത് ഇന്ത്യയിൽ എത്തിച്ചത്. സാധാരണ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്നത് പോലെയോ അല്ലെങ്കിൽ കുറ്റവാളിക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു പരിചരണവുമല്ല തഹാവൂർ റാണയ്ക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന് പാർപ്പിക്കാനായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ സെല്ല് തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മുമ്പ് കസബിനെ മറ്റും പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു സെല്ലിലേക്ക് തന്നെയാണ് തഹാവൂർ റാണയും മാറ്റിയിരിക്കുന്നത്. ഇതുവരെ തഹാവൂർ റാണ അന്വേഷണ ഏജൻസികളുടെ ചോദ്യത്തോടെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല എന്ന വാർത്തയും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.